എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ തിരിക്കുകയാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വളരെ അത്ഭുതകരമായിട്ട് ദൈവം ചെങ്കടൽ പിളർന്ന് ദൈവജനത്തിനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. പുറപ്പാട് 15-ന്റെ തുടക്കം മുതൽ നല്ലൊരു ഗാനം അവർ പാടി. മോശയും ദേശം മുഴുവൻ, അതായത് ഇസ്രായേൽ മക്കൾ മുഴുവൻ ആ പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു. പക്ഷെങ്കിൽ 15-ാം അധ്യായം 22 മുതൽ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം വരെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഓരോ നിർണായക ഘട്ടം വരുമ്പോഴും ഇവരൊരിക്കൽ പോലും ദൈവത്തെ വിളിക്കുന്നില്ല. നേരെ മറിച്ച് അവർ ചെയ്യുന്നത് പിറുപിറുക്കുകയും മോശയുടെ നേരെ തിരികുകയും അവനോട് കയർത്തി കയറുകയും, ഇതൊക്കെയാണ് ഈ ജനതയുടെ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയെല്ലാം ഉദാഹരണമായിട്ട് കയ്പുള്ള വെള്ളമായപ്പോൾ ദൈവം അത് മധുരമാക്കി കൊടുത്തു. ഒരു വൃക്ഷം എടുത്ത് വെള്ളത്തിലിട്ട് അതിന് മധുരമാക്കി കൊടുത്തു. അവർക്ക് ആഹാരമില്ലാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആഹാരം മഞ്ഞയായിട്ട് പേയിച്ചു കൊടുത്തു. അതേപോലെ തന്നെ അവർക്ക് നോൺ വെജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതേപോലെ അവർക്ക് കാടപ്പക്ഷികളെ കൊടുത്തു. വീണ്ടും അവർ ഒരു വെള്ളമില്ലാതെ ഇരുന്ന് വന്നപ്പോൾ പാറയെ പിളർന്ന് ഓരോ ഘട്ടത്തിലും അവർ പിറുപിറുത്തപ്പോഴും ഓരോ ഘട്ടത്തിലും അവർ ദൈവത്തിന് നേരെ പിറുപിറുക്കുകയും മോശയുടെ നേരെ പിറുപിറുക്കുകയും ചെയ്തപ്പോൾ ദൈവം അവർക്ക് അതത് സമയത്ത് ക്രിസ്തുവിനെ എടുത്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മധുരമുള്ള വെള്ളമാക്കി ഒരു വൃക്ഷം എടുത്തു കൊടുത്ത് ആ വൃക്ഷം വെള്ളത്തിലിട്ട് മധുരമാക്കി, മന്ന വേയിച്ചു, ഇറച്ചി കൊടുത്തു. അതേപോലെ തന്നെ പാറ പിളർന്നു. ഇവിടെയെല്ലാം നമുക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ടാണ് ഈ ദൈവം ഇങ്ങനത്തെ ഒരു ജനതയ്ക്ക്, യാതൊരു ദൈവവിളിയുമില്ല, യാതൊരു ദൈവഭയവുമില്ലാത്ത ജനതയ്ക്ക് എങ്ങനെ ഈ ദൈവം പ്രൊവൈഡ് ചെയ്തു? അവിടെയാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം. കാരണം ഇവരുടെ പൂർവ്വപിതാവായ എബ്രഹാമിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം. എബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടെന്നാണ് പറയുന്നത്. അവൻ വിശ്വസിച്ചു മാത്രം ചെയ്തേ ഉള്ളൂ. ദൈവത്തെ വിശ്വസിച്ചു, ഈ ദൈവത്തെ വിശ്വസിച്ച് അതിന് നീതിയായി കണക്കിട്ടു. അതേ മനുഷ്യൻ്റെ സന്തതികളാണ് ഈ ജനത, ഇസ്രായേൽ മക്കളെന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ വലിയ ഈ സംഭവം ചെങ്കടലിൽ പിളർന്ന് അവർ കണ്ടപ്പോൾ പുറപ്പാട് പുസ്തകം 14:31 അവർ എഴുതിയിരിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ ശക്തി കണ്ട് അവർ ദൈവത്തെ വിശ്വസിച്ചു. 106-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിലും നമ്മൾ കാണുന്ന അതേ, അവർ ദൈവശബ്ദം കേട്ടു, ദൈവ ശബ്ദത്തെ വിശ്വസിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മോശയെയും അവർ വിശ്വസിച്ചു. അപ്പോൾ വിശ്വസിച്ച ഈ ജനതയ്ക്ക് നീതിയായി അത് കണക്കിടപ്പെടാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം റോമാലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം അതാണ് പറയുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ ആ വിശ്വാസം നീതിയായി കണക്കിടും. അപ്പോൾ നീതിയായി കണക്കിട്ട ഈ ജനതയെ എങ്ങനെ ന്യായം വിധിക്കും, അല്ലെ എങ്ങനെ നശിപ്പിച്ചു കളയും? ഇവിടെയാണ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ദാവീദ് പോലും അത് മനസ്സിലാക്കിയ കാര്യമാണ്. ഈ ജനത എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കളെന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്. സങ്കീർത്തനം 32:1-2, റോമാലേഖനം 4:7-8 നമ്മൾ വായിക്കുന്ന വാക്യമുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ, യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയത്. പക്ഷെ ഭാഗ്യം അത് ലക്കല്ല, അല്ലെ ലക്കിയല്ല, ഭാഗ്യമല്ല, പക്ഷെ അത് അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ജനതയെ നശിപ്പിച്ച് കളയാനൊക്കത്തില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ദൈവം, ഇത്ര ദീർഘക്ഷമയുള്ള ദൈവമാണോ ഈ ദൈവം? തീർച്ചയായിട്ടും ഈ ദീർഘക്ഷമയുണ്ട്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ആ കൃപയുടെ പുകഴ്ചയാണ്.
ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് പുകഴ്ചയായിട്ട് അത് തീരും. അത് തന്നെയാണ് നമ്മൾ എഫെസ്യർ ലേഖനം 1-ാം അധ്യായത്തിൽ കാണുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നതിന് മുമ്പായിട്ട് 1 കൊരിന്ത്യർ 10:2 നമ്മൾ വായിക്കുന്നു, ഈ ജനതയെ മോശയോട് ഈ ചെങ്കടലിൽ കടന്നപ്പോൾ മോശയോട് അവർ സ്നാനത്താൽ ചേർന്നു. പുതിയ നിയമത്തിലെ നമുക്ക് 1 കൊരിന്ത്യർ 12:13 നമ്മൾ വായിക്കുന്നത്, ഒരാത്മാവിനാൽ നമ്മൾ ക്രിസ്തുവിനോട് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സ്നാനപ്പെടുത്തി. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അപ്പം ക്രിസ്തുവിലുള്ളവർ അല്ലെങ്കിൽ ക്രിസ്തോസ് അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ളവർ, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അവിടെ. ഓരോ കാര്യത്തിൽ ഓരോ കാര്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ദൈവം ഇത്ര ദീർഘക്ഷമയുള്ളത്? കാരണം അത് ദൈവത്തിൻ്റെ കൃപയ്ക്ക് അത് പുകഴ്ചയായിട്ട് തീരും. ദൈവത്തിൻ്റെ കൃപയ്ക്ക് പുകഴ്ചയായിട്ട് തീരും. ആ കൃപയാണ് ധാരാളമായി ദൈവജനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ലാവിഷ്, ദ ഗ്രേസ് ദാറ്റ് ഹി ലാവിഷ്ഡ് ഓൺ us, ധാരാളമായി തന്നെ. ഈ വചനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ജനതയെ ഉടനെ ന്യായം വിധിക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതേ ഉള്ളൂ, അവരൊരു ദേശം പോലും ആയില്ല. അതുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും അവർ പിറുപിറുത്ത എല്ലാ സമയത്തും ക്രിസ്തുവിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അത് മധുരമുള്ള വെള്ളമായാലും മഞ്ഞയായാലും ഇറച്ചിയായാലും പാറ പിളർക്കുന്നതായാലും എല്ലായിടത്തും ഈ ജനതയ്ക്ക് ദൈവം ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് സാധിക്കും. ഈ വചനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം.